ഹലോ കൂട്ടുകാരെ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കുറച്ച് പേരിങ്ങനെ, ഒന്ന് രണ്ട് പേര് കേട്ടോ, കുറച്ച് പേരല്ല, നമുക്ക് വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നതിൽ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്നേ. അപ്പം എനിക്ക് സമയം കിട്ടാറില്ല, അതൊന്നാമത്തെ കാര്യം. നമുക്ക് രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ പണികളില്ല. അടിക്കൽ, വാരൽ, തുടയ്ക്കൽ അങ്ങനത്തെയൊക്കെ പണികളുള്ളൂ. പിന്നെ രാവിലെ സ്കൂളിൽ വിടുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ചെയ്യാമെന്ന് വെച്ചാൽ ടൈം കിട്ടുകയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ ഇന്നിവിടെ കാസർഗോഡ് ജില്ലയ്ക്ക് മഴയുടെ അവധിയാണേ, അതുകൊണ്ട് ഇന്ന് ക്ലാസ്സില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചു. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നത് നല്ലൊരു ശീലമാണ്. വയറിനൊക്കെ നല്ല ഡൈജഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ കുറേ കാലങ്ങളായിട്ട് വെള്ളം കുടിക്കും. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ, സീരിയലിൻ്റെ പോലെ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കമ്മലും ഇതൊക്കെ ഇട്ട് ഒരുങ്ങിയായിരിക്കും വീട്ടിലെന്ന് വിചാരിക്കല്ലേ. ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കമ്മലൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ബ്രഷ് ചെയ്ത് അങ്ങനെ തന്നെ വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച്, വെറും വയറ്റിൽ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് പാലും ചായ വെക്കും. അത് കഴിഞ്ഞ് ഞാൻ പാൽ കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പാൽപ്പൊടി ഇട്ടിട്ട് കട്ടൻ ചായ കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ തീയെ വെച്ചു. പിന്നെ എന്താണ്, പിന്നെ ഞങ്ങളത് കുടിച്ചു ചായ. അപ്പോഴത്തേനും കുഞ്ഞെഴുന്നേറ്റ് വന്നേ. വന്ന് കുഞ്ഞിനും ചായ കൊടുത്തു. കുഞ്ഞിന് ചായ കൊടുത്തിട്ട് കുഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ഇവിടെ എന്തോ വീഡിയോയ്ക്കൊരു ഇത് വന്നു കേട്ടോ. നമ്മൾ അത് ഇതാക്കിയപ്പം മാറിപ്പോയി. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കുമ്പോഴാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വിചാരിക്കും, അയ്യോ ഓരോ ക്രിയേറ്റേഴ്സൊക്കെ ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്നവരൊക്കെ എത്ര കഷ്ടപ്പാടാണ്. ഇത് വീഡിയോസ് ഫുള്ള് ഷൂട്ട് ചെയ്ത് ആവശ്യമില്ലാത്തെല്ലാം കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പം ഞാനിങ്ങനെ കുഞ്ഞ് വീഡിയോസ് തന്നെ ഇടുമ്പോഴത്തേനും വിചാരിക്കും, അയ്യോ ഓരോരുത്തരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോസ് പോയി കണ്ട് നമുക്ക് പറ്റുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും ഇപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് എല്ലാവരെയും പോയി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ചെയ്യണം കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലേ ഓരോരുത്തർ ഓരോ വീഡിയോസ് പുറത്തേക്ക് ഇടുന്നത്. അത് ഔട്ട് വരണമെങ്കിൽ അത്രയും കഷ്ടപ്പാടുണ്ട്. അങ്ങനെ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഇഡ്ഡലി ആണെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും ദോശയായിരിക്കും. ഇഡ്ഡലിയുടെ മാവ് കുറച്ച് ബാക്കിയുണ്ടേ, അപ്പം ഞാൻ അത് ദോശയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെ ഇന്ന് ദോശ. പിന്നെ സാമ്പാർ ഇന്നലത്തെ മിച്ചമില്ലെന്ന് എനിക്കുണ്ടല്ലോ. ഈ തലേദിവസത്തെ സാമ്പാർ കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. നമ്മളപ്പം സാമ്പാർ വെച്ച് ഇപ്പം മീൻകറി പോലെ തന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം സാമ്പാർ വെച്ച് കൂട്ടുന്നതിനും തലേദിവസത്തെ സാമ്പാർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂട്ടുന്നത്, അങ്ങനെ കൂട്ടാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കൂട്ടുമ്പം ഒരു വേറെ ടേസ്റ്റ് ഉണ്ട് എനിക്കങ്ങനെ തോന്നാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെന്താണ്, പിന്നെ എഴുന്നേൽക്കാനെല്ലാം താമസിച്ചില്ല. ദിവസം നമ്മൾ വെളുപ്പിന് 6 മണിക്ക് എഴുന്നേൽക്കുന്നതല്ലേ ഇന്ന്. അതുകൊണ്ട് ഇന്നൊരു 8 മണിയായി കേട്ടോ ഞങ്ങൾ എഴുന്നേൽക്കാൻ. ഞാനും കുഞ്ഞും എഴുന്നേൽക്കാനൊരു 8 മണിയായി. അതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം. സാമ്പാറും ഒക്കെ ആക്കിയിട്ട് കുഞ്ഞിനെ കുറേ നമുക്ക് കുഞ്ഞിൻ്റെ സ്കൂളിൽ ആർട്സ് വരുവാണ്, ആർട്സ് ഡേ. അപ്പോൾ ആർട്സിന് എലക്യൂഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ വേഗം പണിയെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് പഠിപ്പിക്കാനിരിക്കാൻ. പിന്നെന്താ, അങ്ങനെ ഞാൻ വെജിറ്റബിൾസൊക്കെ അരിയുവാണ് കേട്ടോ. വർത്തമാനം പറഞ്ഞ് വീഡിയോ അങ്ങ് ഓടി പോകുന്നുണ്ടേ. പിന്നെ എൻ്റെ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണേ, ഭയങ്കരമായിട്ട് ഉള്ള സാമ്പാറൊന്നും അല്ല. പക്ഷെ കുഞ്ഞിന് ഇഷ്ടമല്ല. കുഞ്ഞിന് ഞാൻ എന്ത് കറി വെച്ചാലും, ഇനി പൊട്ടക്കറിയാണെങ്കിലും കുഞ്ഞ് നല്ലതെന്ന് പറയുള്ളൂ. എങ്ങനെയാക്കി കൊടുത്താലും കുഞ്ഞിന് ഇഷ്ടം. അങ്ങനത്തെ കറി സൂപ്പറാണെന്ന് പറയുള്ളൂ. അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷം. ഇങ്ങനത്തെ സാമ്പാറിൻ്റെ
കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കൊണ്ട് ഇട്ടു. പിന്നെ എന്താണ്, പിന്നെ എനിക്ക് രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ. രാവിലെ ചായയോട് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു. അത് തക്കടു ബിസ്ക്കറ്റ്, ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ എനിക്കൊരു ശീലമായേ. എനിക്കിപ്പോൾ ചായയുടെ കൂടെ ഒരു 3-4 ബിസ്ക്കറ്റ് വേണം രാവിലെയും വേണം, വൈകുന്നേരം വേണം. വൈകുന്നേരം ചിലപ്പോൾ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലും എണ്ണക്കടികൾ എന്തെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചായ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ചായ റസ്ക് ആണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പം ഞാനങ്ങനെ കുടിക്കും. പിന്നെ എന്താണ്, പിന്നെ ഇതേ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുവാണേ. ബെഡ്ഷീറ്റ് കുഞ്ഞ് രാവിലെ എടുത്തു വെച്ചു. അവൻ്റെ കൈ അത്ര ശരിയായില്ല, പ്ലാസ്റ്റർ അഴിച്ചിട്ട് ഇപ്പോൾ ബാൻഡേജ് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പം അവനെടുത്ത് ഇങ്ങനെ ബെഡ് അങ്ങോട്ട് ഇവിടെ നിരത്തി ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയും, കുഞ്ഞ് അവിടെ പില്ലോടെ മേലെ വെച്ചേക്കാം, അമ്മ സമയം കിട്ടുമ്പം മടക്കി വെച്ചോളാമെന്നും പറഞ്ഞ് പില്ലോടെ മേലേക്ക് എടുത്ത് വെക്കും. പിന്നെ ഞാനതെല്ലാം ഒന്ന് മടക്കി വെച്ചു. പിന്നെ എന്താണ്, ഇവിടെ ഇപ്പം മഴയുടെ അവധിയാണ്. ഞാൻ മുന്നേ പറഞ്ഞു തോന്നുന്നല്ലേ, മഴയുടെ അവധിയാണേ. കളക്ടർ അവധി പ്രഖ്യാപിച്ചാൽ പിന്നെ മഴയില്ല. എപ്പോഴും അങ്ങനെയാണ്. അയ്യോ ഇത് കണ്ടോ, എൻ്റെ കണ്ണിലുണ്ടല്ലോ എപ്പോഴും എനിക്ക് കൺകുരു വരുവാണ്. ആ കണ്ണിന്ന് കൺകുരു ഇപ്പുറത്തെ കണ്ണിലേക്ക് വരും, ഇപ്പുറത്തെ കണ്ണിൽ നിന്ന് അപ്പുറത്തെ കണ്ണിലേക്ക്. അയ്യോ ഇത് ഞാനുണ്ടല്ലോ എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ എണ്ണ തെറിച്ചിട്ട്, ഈ കളറല്ലേ ഡ്രസ്സ്, അപ്പോൾ ഇങ്ങനെ മഞ്ഞ കളർ പിടിക്കായിട്ട് ഞാൻ ഓർക്കാതെ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കാതെ കൊണ്ട് ഞാൻ ഇത് ഉടുത്തിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തു. പിന്നെ പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, അയ്യോ വീഡിയോ പിടിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഊരിക്കൊണ്ടിട്ടു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു മഴ കുറച്ച് തോർന്നേ. മഴ കുറച്ചെന്ന് വെച്ചാൽ ഇന്ന് അത്രയ്ക്കും വലിയ ശക്തമായിട്ടുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. അതേ പറഞ്ഞേ, കളക്ടർ അവധി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ മഴയില്ല. എന്നാൽ അവധി പ്രഖ്യാപിക്കാതിരിക്കുകയാണെങ്കിലോ പെരുമഴ. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നാളെ സ്കൂളുകൾക്ക് അവധിയാണ്, ശക്തമായ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പിന്നെ മഴ ഉണ്ടാവത്തില്ല. മഴ പിള്ളേർക്ക് അവധി കൊടുക്കാതെ കൊണ്ട് സ്കൂളിലേക്ക് വിടുന്ന ദിവസമാണെങ്കിൽ നല്ല മഴ ഉണ്ടാവും. അങ്ങനെ ഇത് ഞാൻ ദോശ ഇടുവാണേ. ദോശ ഇന്നലത്തെ ഇഡ്ഡലി മാവ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നതുകൊണ്ട് ദോശ ഇട്ടു. ദോശയും സാമ്പാറും കുഞ്ഞിന് ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ, ദോശയും സാമ്പാറും ഒക്കെ. പിന്നെ എന്താണ്, അങ്ങനെ വെച്ചിട്ട് നെയ്യൊക്കെ തേച്ച് മരിഞ്ഞ ദോശയാണ് ചൂടുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ലഞ്ചിലേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ. ഒരാൾക്ക് കൈ വയ്യെങ്കിലും അവിടെ കിടന്നുകൊണ്ട് തകതിമി കളിയാണ്. അവനവിടെ പ്രാക്ടീസ് ചെയ്യുന്നു, ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ വലത് കൈ ആണെന്നുണ്ടല്ലോ എല്ലാം നമ്മൾ വാരി കൊടുക്കണം. നമുക്ക് ഭയങ്കര പണിയാണ്. അല്ല പിന്നെ തന്നെ അവിടെ നിന്ന് കഴിച്ചോളൂല്ലോ, ആക്കി കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ എല്ലാം ഉച്ചക്കത്തെയും രാവിലത്തെയും ഒക്കെ വാരി കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ വിടുന്ന ദിവസം പിന്നെ ഞാൻ പോയിട്ട് കൂട്ടിയിട്ട് വന്നിട്ട് ചോറ് കൊടുത്തിട്ട് കൊണ്ടുവിടും. അങ്ങനെ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ, പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അവന് ഞാൻ ദോശ കൊടുക്കുവാണ്. ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിക്കാനിരുന്നാലും കിടക്കാനിരുന്നാലും കുളിക്കാൻ പോയാലും അതവന് സ്പീച്ച് പഠിക്കുന്നതാണ് കേട്ടോ. കിടക്കാൻ പോയാലും കുളിക്കാൻ പോയാലും എപ്പോഴും എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞാലും തീരുകയില്ല കേട്ടോ. സ്കൂളിലെ കഥകളും അവിടുത്തെ കഥ ഇവിടുത്തെ കഥ പറഞ്ഞാൽ തീരുകയില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും എന്നോട്. പിന്നെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്നൊരു കാര്യം ഓർത്താൽ അപ്പം ഓടി എൻ്റെ അടുത്ത് വരും. എന്നിട്ട് അത് അപ്പം പറഞ്ഞ്, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിൽ നിൽക്കുകയാണെങ്കിലും അത് പറഞ്ഞ് തീരാതെ പോകും. അങ്ങനെ ഞാനുണ്ടല്ലോ അടുത്ത ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ കറി വെക്കുന്നത് പുകഞ്ഞിതായല്ലോ, കരിഞ്ഞൊന്നുമില്ല കേട്ടോ, അത് ചുമ്മാ പുക വരുന്നതേ ഉള്ളൂ. ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉലുവ എണ്ണക്കകത്തിട്ട് പൊട്ടിക്കത്തില്ല, കടുക് പൊട്ടിക്കുന്നതിന് എണ്ണക്കകത്തിടുകയല്ല. പക്ഷേ നമുക്ക് എന്തായാലും എൻ്റെ ഉള്ളി സവോളയെല്ലാം ഇട്ട് കഴിയുമ്പോഴുണ്ടോ വേറെ എന്തോ കഥ വന്നോട് പറയുക. സവോളയും തക്കാളിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉലുവ ഇടും. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമാണ് കേട്ടോ ചിക്കൻ കറിക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ്, നല്ല മണവുമാണ്. ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക മണം വരും. നമ്മളിങ്ങനെ കറി വേവിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, അങ്ങനെ ഇതേ എന്താണ് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, സകലമാന പൊടികളും കറിയിലേക്ക് ഇടുവാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അല്ലേ കുഞ്ഞേ? ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് കമ്മലെല്ലാം കൂടി ഇട്ടിട്ട് വീട്ടിലിട്ടിട്ടുണ്ടല്ലോ, ആകപ്പാട് അസ്വസ്ഥതയാണ്. ഞാൻ വീട്ടിലെ കമ്മലിടാറില്ലേ.
അപ്പോൾ വീഡിയോയിൽ പിന്നെ ഇങ്ങനെ മേക്കോ എന്നുള്ള മുഖം ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കണ്ടിട്ട് കമ്മലൊക്കെ ഇട്ടിട്ട് വന്നതാണ്. ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കൂട്ടുകാരെ, എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. നല്ല കോട്ടൺ ഡ്രസ്സാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുഞ്ഞിൻ്റെ കൈ കാണിക്കാൻ വേണ്ടി ചെറുപുഴ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. ഇതുകൊണ്ട് വേറെ ഒന്നുമുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല പ്യുവർ കോട്ടൺ ഫ്രോക്ക് നൈറ്റിയാണേ. ഫ്രോക്ക് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഇടാനാണ് ഇഷ്ടം. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്. അങ്ങനെ ഇതേ ചിക്കൻ അതിനകത്തെടുത്തിട്ടു. ഇനി കടുവറ എന്ന് പറയുന്ന പോലെ ഇളക്കലപ്പോഴത്തേനാണ് മഴ പെയ്യാൻ തുടങ്ങി. ഓടി മഴ പെയ്യുന്നത്. പിന്നെ ഇതായി ചോറെടുത്തുകൊണ്ട് വന്നു, കുഞ്ഞിന് ചോറ് വാരി കൊടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.